വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പുതിയ അംഗങ്ങൾ അധികാരമേറ്റു. ബ്ലോക്ക് പഞ്ചായത്തിലെ പപ്പേട്ടൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുതിർന്ന അംഗം KV നഫീസയാണ് ആദ്യം സത്യവാചകം ചൊല്ലി ചുമതലയേറ്റത്. തുടർന്ന് മറ്റ് 13 വാർഡുകളിലെയും അംഗങ്ങൾ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് റിട്ടേണിംഗ് ഓഫീസർ P. സിനി, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അൻസാർ അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. മുതിർന്ന അംഗവും കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ KV നഫീസയാണ് ആദ്യം സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തത്. B78 വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട B78 വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട KV നഫീസ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. റിട്ടേണിംഗ് ഓഫീസർ P. സിനി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൃഢപ്രതിജ്ഞയെടുത്താണ് KV നഫീസ അധികാരമേറ്റെടുത്തത്. തുടർന്ന് മറ്റ് അംഗങ്ങൾക്കും അവർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുണ്ടന്നൂർ 1-ാം ഡിവിഷനിലെ UDF പ്രതിനിധി K. പ്രേമൻ രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തു. യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ദേശമംഗലം 2-ാം വാർഡിലെ UDF പ്രതിനിധി PI ഷാനവാസ് ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വരവൂർ 3-ാം വാർഡിലെ LDF പ്രതിനിധി സുധാദേവി P. ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മുള്ളൂർക്കര 5-ാം വാർഡിലെ LDF പ്രതിനിധി ലതാ മോഹനൻ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആറ്റൂർ 6-ാം വാർഡിലെ UDF പ്രതിനിധി TC രാമകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാഴാനി 7-ാം വാർഡ് UDF പ്രതിനിധി O. ശ്രീകൃഷ്ണൻ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മലാക്ക 8-ാം വാർഡ് LDF പ്രതിനിധി TV സുനിൽകുമാർ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തെക്കുംകര 9-ാം വാർഡ് LDF പ്രതിനിധി ശ്രുതി ലാലു ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കുണ്ടന്നൂർ 10-ാം വാർഡ് LDF പ്രതിനിധി PM സജി ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മങ്ങാട് 11-ാം വാർഡ് LDF പ്രതിനിധി സ്വപ്ന ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. എരുമപ്പെട്ടി 12-ാം വാർഡ് UDF പ്രതിനിധി സിജി ജോൺ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തളി 13-ാം വാർഡ് UDF പ്രതിനിധി ജാഫർ മാഷ് ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും ഈശ്വരനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. തലശ്ശേരി 14-ാം വാർഡ് UDF പ്രതിനിധി ഷംല ഷിഹാബ് എന്നിവരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു. ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ച് നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. LDF പ്രതിനിധികൾ ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ UDF പ്രതിനിധികൾ ഈശ്വരനാമത്തിലും അള്ളാഹുവിൻ്റെ നാമത്തിലുമാണ് പ്രതിജ്ഞ ചെയ്തത്.
അധികാരം ഏറ്റെടുത്ത ജനപ്രതിനിധികളെ പൂച്ചെണ്ടുകൾ നൽകി ജീവനക്കാർ സ്വീകരിച്ചു. തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു. ചടങ്ങിന് സാക്ഷിയാകാൻ നിരവധി ആളുകൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഭരണസമിതിയുടെ ആദ്യ യോഗവും ചേർന്നു. KV നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് വായിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 27 രാവിലെ 11 മണിക്കും ഉച്ചതിരിഞ്ഞ് 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. 14 സീറ്റുകളുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDFും UDFും 7 സീറ്റുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പം ആയതിനാൽ ഇത്തവണ നറുക്കെടുപ്പിലൂടെയാകും ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷരെ തെരഞ്ഞെടുക്കുക.